വെൽക്കം ടു സിൽവർ ഫെദർ ടാരോ. എല്ലാവർക്കും സിൽവർ ഫെദർ ടാരോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ റീഡിംഗ് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ള ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. Page of Wands. Page of Pentacles. Ace of Cups. Ten of Wands. Seven of Swords. Ace of Pentacles, Chariot, Eight of Cups, Queen of Cups, Queen of Swords. ഈ ആഴ്ചത്തെ ഓവറോൾ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഈ വീഡിയോ കാണുന്ന അധികം പേരും ഒരു പുതിയ സംരംഭം, പ്രത്യേകിച്ച് കരിയർ ഓറിയൻറ്റഡായി അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് അല്ലെങ്കിൽ പുതിയൊരു ജോലി, അങ്ങനെ എന്തെങ്കിലും പുതിയ ഒരു കാര്യം തുടങ്ങുന്നതായി പുതിയൊരു തുടക്കം, അതിൽ ഉള്ള പ്രോഗ്രസ്, അതാണ് മെയിനായി ഈ ആഴ്ചത്തെ ഈ റീഡിങ്ങിൽ പ്രതിഫലിക്കുന്നത്. ആദ്യമായി പേജ് ഓഫ് വാൻഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ പലർക്കും ഒരു പുതിയ ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം ചെയ്യാനുള്ള വളരെ പാഷനേറ്റായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വളരെ പാഷനേറ്റായിട്ട് നിങ്ങളുടെ അത്രയും കാലത്തെ ഒരുപാട് കാലത്തെ ആഗ്രഹം എന്നുള്ള മട്ടിൽ ഒരു ഐഡിയ, ഒരു പാഷനേറ്റ് ഐഡിയ നിങ്ങളുടെ പലരുടെയും മനസ്സിൽ വന്നിട്ടുണ്ട്. എന്ത് റിസ്ക് എടുത്തും നിങ്ങളത് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പേജ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് ഈ ഐഡിയ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ നിങ്ങൾക്ക് പുതിയ പലതും പഠിക്കാനുണ്ട്, പുതിയ സ്കില്ലുകൾ പഠിക്കാനുണ്ട്, പുതിയ കാര്യങ്ങൾ അറിയാനുണ്ട്. അതിലൂടെ നിങ്ങൾക്കൊരു സാമ്പത്തികമായൊരു മുന്നേറ്റം ഉണ്ടാവണം എന്നുള്ള വിചാരത്തോടു കൂടി പ്രവർത്തിക്കാൻ നിങ്ങൾ തീരുമാനം എടുക്കുന്നുണ്ട്. ഈസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞല്ലോ, പാഷൻ പിന്തുടർന്ന് ഒരു പ്രോഗ്രസ്, ഒരു മുന്നേറ്റം ഉണ്ടാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു മുന്നേറ്റം വേണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ, ഏസ് ഓഫ് കപ്സ് അതാണ് കാണിക്കുന്നത്, നിങ്ങൾക്കൊരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട്, ഈ പുതിയ സംരംഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെൻ ഓഫ് വാൻഡ്സ് അതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വളരെയധികം ഹാർഡ് വർക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. എന്നാൽ പോലും നിങ്ങൾ ഒട്ടും പിന്നോക്കം വയ്ക്കാതെ വളരെ ഉത്സാഹത്തോടു കൂടി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പുതിയ സംരംഭം ആകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള സെവൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ കണ്ണിങ്ങായിട്ട് പ്രവർത്തിക്കാനാണ് പ്രപഞ്ചത്തിൻ്റെ അഡ്വൈസ്. പല ഒബ്സ്റ്റക്കിൾസ്, പല തടസ്സങ്ങളും നേടേണ്ടി വരും നിങ്ങൾക്ക്. ഫീൽഡിൽ പല കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും, പിന്നെ പല മാർഗ തടസ്സങ്ങളുണ്ടായിരിക്കും,
അതങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് കാര്യം പുതുതായി ചെയ്യാൻ തുടങ്ങുമ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴും എപ്പോഴും പലതരത്തിലുള്ള തടസ്സങ്ങൾ നമുക്ക് നേരിട്ട് കൊണ്ടിരിക്കും. ആ തടസ്സങ്ങളെ അതിജീവിക്കുന്നതിലൂടെയാണ് നമുക്ക് വിജയം കൈവരിക്കുന്നത്, നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ തടസ്സങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. തടസ്സങ്ങൾ വന്നോട്ടെ, സാരമില്ല. അത് വിജയിക്കാനുള്ള ശക്തിയും കഴിവും, അത് വിജയിച്ച് ചാരിയറ്റ് വന്നിട്ടുണ്ട്, അത് വിജയിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ പ്രതിബന്ധങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിനുള്ള അവസരങ്ങൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ സാമ്പത്തിക അഭിവൃദ്ധി, അതുപോലെ പാഷൻ, അതായത് ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്, വൈകാരികമായ സംതൃപ്തി, സാമ്പത്തികമായ സംതൃപ്തി, ഇതാണ് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആവശ്യമായി വരുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഇത് രണ്ടും കൂടി നമുക്ക് സാധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നമ്മൾ ജീവിതത്തിൽ മുന്നേറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മുന്നേറുന്നതായി തന്നെ ചാരിറ്റി കണ്ടിട്ടുണ്ട്. നിങ്ങളതുപോലെ പാസ്റ്റിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷിച്ച് അതിൽ തൃപ്തിയില്ലാതെ നിങ്ങളൊരു പുതിയ മേഖലകൾ, പാസ്റ്റ് പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങളൊരു പുതിയ മേഖലകൾ കണ്ടെത്തി ഒരു പുതിയ തുടക്കം, അതായത് പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകുന്നതായി തന്നെയാണ് കാണുന്നത്. പിന്നെ ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് കപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നർച്ചറിങ്, അതായത് നിങ്ങൾ സ്വന്തം കാര്യം മാത്രമല്ല വളരെ ഇമോഷണലായി നർച്ചറിങ് ആയി വളരെ എംപത്തറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ക്വീൻ ഓഫ് കപ്സ്. അതായത് നിങ്ങളുടെ വളർച്ചയിൽ ഒട്ടും സെൽഫിഷ് അല്ല. നിങ്ങൾ കൂടെയുള്ള ആളുകളുടെ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പോകണം, എന്നാലാണ് നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുകയുള്ളൂ. പിന്നെ വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് സ്വേർഡ്സിൻ്റെ എനർജിയാണ്. അതായത് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ വളരെ ലോജിക്കൽ പ്രാക്ടിക്കൽ തിങ്കിങ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടും. മുന്നോട്ടെങ്ങനെ പോകണം, ഈ ആഴ്ചയുടെ അവസാനത്തോടു കൂടി മുന്നോട്ടെങ്ങനെ പോകണം എന്ന് വ്യക്തമായ ഒരു തീരുമാനം നിങ്ങളെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തായാലും വളരെ നല്ലൊരു എനർജിയാണ് കാണുന്നത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു, പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നു, പുതിയ ഐഡിയകൾ വെച്ച് നിങ്ങൾ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതായി, ചിലപ്പോൾ ചിലരൊരു ഹോബി തുടങ്ങുന്നതായിരിക്കാം. ജോലി ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മൾക്കതിൽ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പലരും ഒരു ഹോബി തുടങ്ങുന്നതായിരിക്കാം. സൈഡായിട്ട് ഒരു പാഷൻ, ചിലർ കുക്കിംഗ് ചാനൽ തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ചിലർ ഫോട്ടോഗ്രാഫി, പിന്നെ അങ്ങനെ എന്തെങ്കിലും, ചിലർ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, ഇതെല്ലാം ഒരു പാഷൻ്റെ പുറത്ത് അതിനോട് പ്രത്യേക ഒരു താല്പര്യം ഉള്ളവർ അത് ചെയ്യണമെന്ന് വിചാരിച്ച് ആ ഫീൽഡിലോട്ട് അതിൽ കൂടുതൽ സ്കില്ലുകൾ സ്വായത്തമാക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ഹാർഡ് വർക്ക് ചെയ്യാൻ വളരെയധികം ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു എനർജി വളരെ ശക്തമായി കിട്ടുന്നുണ്ട്. ധൈര്യമായി മുന്നോട്ട് പോവുക, കഠിനമായി പരിശ്രമിക്കുക, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക, തടസ്സങ്ങളിൽ നിരാശപ്പെടരുത്. എന്തായാലും വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ്. ഉറച്ച ധൈര്യത്തോടു കൂടി സ്ട്രോങ് ഡിറ്റർമിനേഷനോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാം എന്നാണ് പ്രപഞ്ചം പറയുന്നത്. എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.